പാർലമെന്റിന് മുന്നിൽ ഇപ്പോൾ പ്രതിഷേധത്തിന് ശേഷം എംപിമാർ സംസാരിക്കുകയാണ്. അതിലേക്ക് വലിയ മുഖമാണ് മിഷണറി നടത്തുന്ന പ്രവർത്തനങ്ങൾ മണിപ്പൂർ നമ്മളുടെ മുമ്പിലുണ്ട്. മണിപ്പൂർ പോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരോഗ്യ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസും മെഡിക്കൽ കോളേജുകളും എല്ലാം നടത്തുന്ന ആതുര സേവന രംഗത്ത് ട്രൈബൽ മേഖലയിൽ, നക്സൽ മേഖലയിൽ പ്രവർത്തനം നടത്തുന്ന ഈ കന്യാസ്ത്രീകൾക്കെതിരെയുള്ള ബജറംഗ് ദളിൻ്റെയും RSSൻ്റെയും BJPയുടെ അറിവോട് കൂടിയിട്ടുള്ള ഈ അക്രമം ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല. അഡ്ജൺമെൻറ്റ് മോഷൻ കൊടുക്കുക മാത്രമല്ല, അതിശക്തമായി ഞങ്ങൾ ഈ വിഷയത്തിൽ പാർലമെൻറ്റിൻ്റെ അകത്തും പുറത്തും ഞങ്ങൾ പ്രതികരിക്കും. UDF എംപിമാർ ഒറ്റക്കെട്ടായി ഇതിൽ നിൽക്കുക. കേരളത്തിൽ നിന്നുമുള്ള മിഷണറിമാരാണ് തുടർച്ചയായി രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്നത്. ഇക്കാര്യത്തിൽ കേരളത്തിലെ BJP പ്രസിഡന്റ് പറയുന്നത് ഒന്നും സംഭവിച്ചിട്ടില്ല, ഞങ്ങളുടെ ഗവൺമെൻറ് അവരെ സംരക്ഷിക്കുമെന്നാണ്. യഥാർത്ഥത്തിൽ എന്ത് സംരക്ഷണമാണ് കൊടുക്കുന്നത്? ഇവിടെ പറഞ്ഞതുപോലെ മാന്യതയുണ്ട് എങ്കിൽ അവരെ ഒരു ദിവസം പോലും ജയിലിൽ കിടത്താതെ ജാമ്യം കൊടുക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കുക വേണ്ടത്. പക്ഷേ ജാമ്യം നിഷേധിച്ചുകൊണ്ട്, ഇനി അതല്ലെങ്കിൽ ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടി പോലീസ് ഒഫീഷ്യൽസിനെ വെച്ചുകൊണ്ട് എല്ലാ കുൽസിതമായ പ്രവർത്തനങ്ങളും അവർ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ആദ്യത്തെ സംഭവമല്ല, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒഡീഷയിൽ, അതിനു മുമ്പ് മധ്യപ്രദേശിൽ, UPയിൽ, പല സംസ്ഥാനങ്ങളിൽ എല്ലായിടത്തും മലയാളി വൈദികരും കന്യാസ്ത്രീകളും ഈ വിധത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ BJPയുടെ ക്രൈസ്തവ പ്രേമം എന്ന് പറയുന്നത് കേവലം വോട്ടുകൾക്ക് വേണ്ടി മാത്രമുള്ള പുറംപോച്ചു നാടകമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ കാര്യത്തിൽ അവിടെ അറസ്റ്റിലാകപ്പെട്ടിട്ടുള്ള 2 കന്യാസ്ത്രീകളെയും ഉടനടി ജയിൽ വിമോചിതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളുമായി ഈ ഗവൺമെൻറ് മുൻപോട്ട് പോകണം. ഞങ്ങൾ അതുവരെ പാർലമെൻറ്റിൽ ഈ പ്രക്ഷോഭം തുടരും എന്നുകൂടി ഈ ഘട്ടത്തിൽ അറിയിക്കുകയാണ്. 12 മണിക്ക് പ്രതിഷേധമുണ്ട്, അതിലെ ചർച്ച 12 മണിക്ക് ചർച്ചയിൽ പങ്കെടുക്കും. പക്ഷേ ഈ പ്രക്ഷോഭം ഞങ്ങൾ തുടരും. കാരണം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ആൻറ്റി കൺവെർഷൻ ലോ എന്ന് പറയുന്നത് ക്രൈസ്തവ സമൂഹത്തെയും ക്രൈസ്തവ സ്ഥാപനങ്ങളെയും വൈദികരെയും കന്യാസ്ത്രീകളെയും വേട്ടയാടാൻ വേണ്ടി മാത്രമുള്ളതാണ്. മുമ്പ് ഈ വിഷയം പാർലമെൻറ്റിൽ അവതരിപ്പിച്ചപ്പോൾ പാർലമെൻറ്റിലെ ട്രഷറി ബെഞ്ചിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് ഒന്ന് ചോദിച്ചു, 2.5% മാത്രമുള്ള നിങ്ങളല്ലേ ഇന്ത്യയിലെ 30% സ്ഥാപനങ്ങൾ കൈയാളുന്നത് എന്താണ്? പക്ഷേ ഈ സ്ഥാപനങ്ങളാണ് ഇവിടുത്തെ എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവർക്ക് അവർണരെന്നോ സവർണരെന്നോ നോക്കാതെ അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ ഏറ്റവും അധികം സഹായഹസ്തം നൽകിയത് ഈ സ്ഥാപനങ്ങളാണ്. ഇന്ന് ആ സ്ഥാപനങ്ങളെ തെരഞ്ഞു പിടിച്ച് വേട്ടയാടുകയാണ്. ക്രൈസ്തവ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ, അവർ നടത്തുന്ന ആതുരാലയങ്ങൾ, മെഡിക്കൽ സ്ഥാപനങ്ങൾ എല്ലാം വേട്ടയാടുകയാണ്. അപ്പം ഇവിടെ ബജറംഗ് ദളിനെ പോലുള്ള RSSനെ പോലുള്ള ആളുകൾ നിരന്തരമായി ക്രൈസ്തവ സ്ഥാപനങ്ങളെ വേട്ടയാടുമ്പോൾ അവിടെ കേരളത്തിൽ കേക്കുമായി അരമനകൾ കയറി ഇറങ്ങുന്ന തിരക്കിലാണ്. അതുകൊണ്ട് ഈ കാപട്യം അവസാനിപ്പിച്ച് ഈ കന്യാസ്ത്രീകളെ ജയിൽ മോചിതരാക്കാൻ അടിയന്തരമായി ഇടപെടാൻ കേരളത്തിലെ BJP നേതൃത്വം ഇടപെടണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പം എൻ്റെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ക്രിസ്മസിന് അരമനകളിലും അതുപോലെ തന്നെ ക്രൈസ്തവ ഭവനങ്ങളിലും കൊടുക്കാനുള്ള കേക്ക് മിക്സിംഗ് കേരളത്തിലെ BJP ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് നിർത്തിവെച്ചിട്ട് തല ഉയർത്തി കാര്യങ്ങളൊന്ന് കാണാനും ഒന്ന് വാതുറക്കാനും തയ്യാറാവണം. ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് 2 തിരുവസ്ത്രത്തിലുള്ള കന്യാസ്ത്രീകളെ അന്യായമായി തടങ്കലിൽ വെച്ച്, തടവറയിൽ വെച്ച് അവരെ ജയിലിലിടാനുള്ള നടപടികൾ മുന്നോട്ട് വെച്ചിട്ടും കേരളത്തിലെ BJP പ്രസിഡന്റ് പറയുന്നത് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ ആ ഇരട്ടത്താപ്പ് വളരെ വ്യക്തമാവുകയാണ്. കേന്ദ്രം ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. കേരളത്തിലെ BJPക്ക് മൗനവും. കേരളത്തിൽ ക്രിസ്മസിന് കേക്കും കൊണ്ട് ചിരിച്ചു വരുന്നവരോട് തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ ജനങ്ങൾ തയ്യാറാവുന്ന വർഷമായിരിക്കും ഇത്. അവരുടെ ആ കേക്ക് മിക്സിങ് നിർത്തിയിട്ട് ഈ സമൂഹത്തിനുണ്ടാവുന്ന ഐക്യത്തെ ഇങ്ങനെ തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ നിയമപരമായ നടപടിയെടുക്കാൻ വാതുറക്കാൻ കേരളത്തിലെ BJPയും അവരെ പിന്തുണക്കുന്ന ആളുകളും തയ്യാറാവണമെന്നും കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ന്യൂനപക്ഷ സഹമന്ത്രി ജോർജ് കുര്യൻ രാവിലെ എല്ലാ മാധ്യമങ്ങളോടും പറഞ്ഞത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തിൽ പ്രതികരണം നടത്തുന്നത് കീഴ്വഴക്കമല്ല, അനുചിതമാണ്. എങ്ങനെയാണ് കോടതിയിൽ പോയത്? ഇത് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തപ്പോൾ അവർ വിടാമെന്നുള്ളായിരുന്നു. അപ്പോൾ മനഃപൂർവ്വം ഞാനതാ പറഞ്ഞ അവരുടെ രക്ഷകർത്താക്കൾ സമ്മതിച്ചിട്ട് പോലും അവർ വിട്ടയക്കാൻ തയ്യാറായില്ല. രക്ഷകർത്താക്കൾ പറഞ്ഞു ഞങ്ങളുടെ കൺസെന്റോട് കൂടിയാണ് പോണേന്ന് പറഞ്ഞു. എന്നിട്ട് പോലും വിട്ടയച്ചില്ല. പോലീസ് അത് കഴിഞ്ഞിട്ട് അതിനുശേഷം പ്രതിഷേധം ശക്തമാക്കും. പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം ശക്തമാക്കുമെന്നാണ് കേരളത്തിൽ നിന്നുള്ള എംപിമാർ പറയുന്നത്.